മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹലോ. ആ ഓക്കെ, ബ്യൂട്ടിഫുൾ. ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്തോളാം. വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് വരുന്നത്, ആരെ അകത്തേക്ക് വിടരുത്. ഓക്കെ മുതലാളി. എടാ ഷട്ടർ ക്ലോസ് ചെയ്യാൻ പറ. ഷട്ടർ ക്ലോസ് ചെയ്യ്, ഷട്ടർ ക്ലോസ് ചെയ്യ്. ഷട്ടർ എന്തിനാ ക്ലോസ് ചെയ്യുന്നത്? ആരെയും അകത്തേക്ക് വിടേണ്ടത് മുതലാളിയിലെ പറഞ്ഞു. ഓഫീസ് റൂമിന്റെ കാര്യം പറഞ്ഞു, കടയല്ല. ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ. ഷട്ടർ ഓപ്പൺ, ഷട്ടർ ഓപ്പൺ. ഓഫീസ് പൂട്ടാൻ പറ. ഞാൻ പിന്നെ എങ്ങനെ അകത്തേക്ക് പോകും? അതല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറും? ഓഫീസ് ഓപ്പൺ. അപ്പൊ ഷട്ടർ ചെരുപ്പൂരി അടിക്കും. പറഞ്ഞേക്കാം അങ്ങോട്ട്. ഗുഡ് മോർണിംഗ് മുതലാളി. ഗുഡ് മോർണിംഗ്. ഇരിക്കിരിക്കെ. എന്തിനാ എഴുന്നേറ്റിരിക്കുന്നത്? നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? അതന്നെ, ഈ പ്രായത്തില് കാർന്നോരെ ഇതിന് ഡ്രസ് ഇടിപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇത് ബൊമ്മയാണ്. ബൊമ്മയായിട്ട് തന്നെ ഇങ്ങനെ. എക്സ്ക്യൂസ് മീ, Yes. അത് മിസ്റ്റർ ഭാസ്കർ അല്ലേ? അതെന്നെ. അങ്ങനെ അയാളെന്താ ഇവിടെ? എവിടെയുണ്ട്? അദ്ദേഹമാണ് ഈ കടയുടെ ഓണർ. ഓ, ഹലോ. മുതലാളി, നിങ്ങളെ കാണാനൊരു മാഡം വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മുകളിലേക്ക് വരാൻ പറ. ഗസ്റ്റ് വന്നിട്ടുണ്ട്, ആരെ അകത്തേക്ക് എടുത്തു വിടരുത്. പറഞ്ഞല്ലോ, ഇനി ഒറ്റ ഒരുത്തനെ അകത്തേക്ക് വിടില്ല. ഇതാണോ മാനേഴ്സും മുളക് എന്നൊക്കെ പറഞ്ഞത്? എക്സ്ക്യൂസ് ഓ യെസ്, കമ്മിങ് കമ്മിങ്. ഓ ഇവിടെ ഉണ്ടല്ലേ, വരൂ. മിസ്റ്റർ ഭാസ്കർ. ഭാസ്കർ സാർ അകത്ത് നിങ്ങൾക്ക് വേണ്ടി സിറ്റിംഗ്. യു ആർ അവർ വെയിറ്റിംഗ്. ഹലോ യെസ്. ഭാസ്കർ, നിങ്ങളെന്താ ഇവിടെ? ഷോപ്പിങ്ങിന് വന്നു. ഇത് നിങ്ങളുടെ ഷോപ്പിംഗ് മനസ്സിലായി. താങ്ക്സ് പറയാന്ന് വെച്ചു. താങ്ക്സ്. എന്തിന്? സിദ്ധാർത്ഥിന്റെ എന്റെ മാരേജ് ഫിക്സ് ചെയ്തു. അതൊക്കെ നിങ്ങൾ കാരണമാണ്. വളരെ നന്ദി. ഇപ്പൊ ആരകത്തേക്ക് വിടണ്ടാന്ന് മോനാളി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാ. ഷട്ടർ താത്താൻ പറഞ്ഞു. വേണ്ട മോനാളി, ഞാൻ നോക്കളാന്ന് പറഞ്ഞു. രഹസ്യ മീറ്റിംഗ് അല്ലേ? Very kind of you. Thank you. Thank you, Bhaskar. Thank you so much. ഞാൻ വാ ശിവാനി. ശിവാനി വാ. ഒരു ടിക്കറ്റിൽ 2 സിനിമ. ഇവരെപ്പോഴകത്ത് പോയി? ഇവരല്ലേ ഗസ്റ്റ്? എടാ ഇവരെപ്പോഴകത്ത് പോയേ? കല്യാണി അല്ല അല്ല, അനു. അനു എന്താ മോനാളി ഒരേ സമയം രണ്ടുപേരെ വിളിച്ച് കൺഫ്യൂഷൻ? അവിടെ എന്തിനാ നിന്നെ അന്വേഷിച്ചൊന്ന് കെട്ടിപ്പിടിക്കുന്നേ? മുംബൈയിലൊക്കെ വരുമ്പോഴും പോകുമ്പോഴും കെട്ടിപ്പിടിക്കുന്ന സാധാരണ. അതുപോലും അറിയാത്തൊരു. അതെനിക്കറിയാം. അത് കണ്ടിട്ട് വന്ന മറ്റോട് പോയില്ലേ? ഛേ, എന്നാലും എന്നോടൊന്നും ചോദിക്കാതല്ലേ പിണങ്ങിപ്പോയത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എടാ മോനെ, നിന്നെ ഒരു പെണ്ണ് കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് വേറൊരു പെണ്ണ് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാ അതിനർത്ഥം അവളുടെ മനസ്സിൽ നീ ഉണ്ടെന്ന്. എന്നാ ഞാൻ അവളൊന്ന് ഫോൺ ചെയ്യട്ടെ. ഫോണൊന്നും ചെയ്യണ്ട. ആദ്യം നീ അവളോട് നേരിട്ട് പോയി സംസാരിക്കുക. അതുവരെ മോനെ നീ കുറച്ച് കൺട്രോൾഡ് ആവും. മുതലാളി, വലിയ മുതലാളി ശിവാനിയുടെ അമ്മയടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നു. അതിനു മുമ്പ് നടി കല്യാണത്ത് മുതലാളി മാപ്പ് പറയണ്ടേ? ഞാൻ എന്തൊരു കല്യാണിയോട് മാപ്പ് ചോദിക്കണം? അവര് മുതലാളിനെ കെട്ടിപ്പിടിച്ചപ്പോ ഒന്നും മിണ്ടാണ്ടും പറയാണ്ടെന്ന് എൻജോയ് ചെയ്തല്ലേ? അതാ. ഇത്രയും നാളും ഞാൻ ആരെ ഭയന്നാണോ ജീവിച്ചത്, അയാളെ വീണ്ടും വന്നിരിക്ക. സഞ്ജയ് നന്നായോ ഇല്ലയോ എന്നൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഓൾറെഡി അയാൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചു. അത് മതി. ഇപ്പോഴത്തെ എൻ്റെ പേടി ശിവാനിയെ അയാളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാന്നുള്ളതാ. ശിവാനി നിങ്ങളെ അച്ഛാന്ന് വിളിക്കുന്നു, ആകാശ് എന്നെ അമ്മയെന്ന് വിളിക്കുന്നു. ഇതൊക്കെ സത്യമാകണമെന്നാ നിങ്ങളുടെ അച്ഛനും ആഗ്രഹിക്കുന്നത്. അച്ഛനും മക്കളും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ? ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവർ ഒരു കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട്. നേരെ ചൊവ്വേ കല്യാണം കഴിക്കുന്ന മുതലാളിയും ശിവാനിയുടെ അമ്മയും സമയത്ത് എത്തുന്നില്ല. അല്ല, നമ്മുടെ മുതലാളിയുടെയും ശിവാനിയുടെ അമ്മയുടെയും കല്യാണം എന്നാ ഹണീബി? അതല്ല, ആദ്യമായിട്ട് കല്യാണം കഴിച്ചിട്ട് പോകില്ലേ സ്ഥലം? അത് ഹണിബിയല്ല, ഗണിമൂ. അങ്ങനെ തെളിച്ചു പറ. പിള്ളേരുണ്ടാവാൻ വേണ്ടിയല്ലേ ഹണിമൂണിന് പോണേ? ഇവർക്ക് പിള്ളേരുണ്ടല്ലോ, പിന്നെ എന്തിനാ പോണേ? എടാ, മുതലാളിക്കൊരു മോനുണ്ട്, ചേച്ചിക്കൊരു മോളും ഉണ്ട്. രണ്ടുപേർക്കും ചേർന്നുണ്ടോ? ഇല്ലല്ലോ. അതിനുവേണ്ടിയാ പോകുന്നേ. അമ്മേ, അമ്മേ, അമ്മേ വേഗം റെഡിയാകമ്മേ, അവരെല്ലാരും പുറപ്പെട്ടു. ദാ വരുന്നു മോളെ. അതേ ബുദ്ധശ, ഞങ്ങൾ ഇറങ്ങുവാ. ശിവാനി, ശിവാനി, ശിവാനി.
ശിവാനി ശിവാനി മമ്മി ആ, ആ, മമ്മി ശിവാനി 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 സഞ്ജയ് മര്യാദക്ക് എന്റെ മോളെ പുറത്തു വിടുന്നുണ്ടോ ഇല്ലയോ? നിന്റെ മോളോ നമ്മുടെ മോളെന്ന് പറ. നീ കല്യാണം കഴിക്കാൻ പോലെ പോ. കല്യാണം കഴിയുന്നതിന് മുമ്പ് മോളും ഞാനും കൽക്കട്ടയിലുണ്ടാവും. അയ്യോ ഏയ്, നീ ആരെ വേണേലും കല്യാണം കഴിച്ചു, അത് നിന്റെ ഇഷ്ടം. ഞാൻ നിന്നെ തടുക്കാൻ പോകുന്നില്ല. പക്ഷെ എന്റെ കുട്ടിയെ കാണുന്നതിന് ഞാൻ വേറൊരുത്തിന് അനുവാദം വാങ്ങണോ? അതൊരിക്കലും നടക്കില്ല. കല്യാണം ചെക്കൻ ഏയ്, വന്നു. മുതലാളി വന്നല്ലോ. ഏയ്, മുതലാളി 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 മുതലാളി. കൂട്ടണ്ട, ഇനിയും കല്യാണ പെണ്ണ് എത്തിയിട്ടില്ല. ഇപ്പോഴല്ലേ കല്യാണ പെണ്ണ് അകത്തേക്ക് ഏ, വരും. അത് വേറെ പെണ്ണാടാ. വെള്ളടിച്ച് വായിത്തൊന്നും പറയല്ലേ. മുതലാളി തിരക്കൂട്ടണ്ട, കല്യാണ പെണ്ണ് അതല്ലേ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. മുതലാളി തിരക്കൂട്ടണ്ട, ഇനിയും കല്യാണ പെണ്ണ് വന്നിട്ടില്ല. അപ്പൊ ആ പെണ്ണല്ലേ ഈ അല്ലടാ. പെണ്ണ്? ഏയ് എന്താടാ ഇത്? മുത്തശ്ശ അമ്മയെ വിളിക്കുന്നേ. ഓ പറയുമോളെ. അങ്കിൾ എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല, സോറി. എന്താ മോളീ പറയുന്നേ? സോറി, ഞാൻ കല്യാണത്തിന് വരില്ല എന്ന് പറയാൻ നീ ഒരു ഗസ്റ്റ് അല്ല, കല്യാണപ്പെണ്ണ. ഞാനിപ്പോ വരാൻ പറ്റാത്ത അവസ്ഥയിലാ. കല്യാണം ക്യാൻസൽ ചെയ്തോളൂ. ഹലോ ഹലോ, എന്താ അവളിപ്പോ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്തോ പ്രശ്നമുണ്ട്. കല്യാണത്തിന് ശേഷമല്ലേ പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനെ ആയിരുന്നു. എടേ, എപ്പം നോക്കിയാലും വരും. ഡഭാസ്കർ, അവള് പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവള്. അവർക്ക് ഇങ്ങോട്ടല്ലേ വരാൻ പറ്റാത്തത്? നമുക്ക് അങ്ങോട്ട് പോവാലോ. അർണോൾ, മനസ്സിലായി മുതലാളി. വാടാ. ഇവന്റെ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞ അപ്പോ മസിലാണ്. ഡാ, സാർ, നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പോവാ. പാവ ഇംഗ്ലീഷുകാരല്ലേ, പറഞ്ഞോട്. എന്നെ ഈ സ്ഥലത്തുനിന്ന് പൊക്കാൻ പോവാ. അതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ശരി, എന്നാ നീ പൊക്കടാ. ആ, ഞാൻ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്നവനാ. അതുകൊണ്ടാ 25 വർഷമായിട്ടും ഒരു കൊമ്പനെ കൊണ്ടും ഈ കസേരയിൽ നിന്ന് എന്നെ മാറ്റാൻ പറ്റാത്തത്. ആ. ചെയറിന്നല്ലേ മാറ്റാൻ പറ്റത്തുള്ളൂ. ചെയറോടെ തന്നെ ഏയ്, പൊക്കിയെടുക്കണം. ഏയ്, ഏയ്, എടാ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? അയ്യോ, എന്തൊരു വെയിറ്റ് ആടോ ഇത്. റൈറ്റ് പോ, റൈറ്റ് പോ, റൈറ്റ് പോ. ആ, വെക്ക്, ആ, വെക്ക്, ഇവിടെ, വെക്ക്, ഇവിടെ, ഇവിടെ. ആ. എടാ, വീട് മാറിപ്പോയി. റോങ് നമ്പർ, റോങ് ഡാ, നമ്പർ. ആ, അടിച്ചത് ഓവറായോ? ഇത് ഫോണാണോ റോങ് നമ്പർ എന്ന് പറയാൻ? ഡോർ നമ്പറേ മാറിപ്പോയി. അങ്ങോട്ട് നോക്കടാ. എടുക്ക, എടാ, വീട് മാറിപ്പോയടാ. ആ, മാറിപ്പോയി. സോറി സാർ. സോറി സാർ. നിക്ക് നിക്ക് നിക്ക്, ഇത് തന്നെ വീട്. മോളുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ട. അത് മോള് തന്നെയാ, ഫോട്ടോ അല്ല. വാ, പഴയ ബസ്സിലേക്ക് പോവാ. എന്താ റിവേഴ്സ്? ഹലോ, ആരാ നിങ്ങള്? ഞങ്ങളൊക്കെ ചെക്കന്റെ വീട്ടുകാരാ. ഇതാണ് റെജി പീസർ, ഓഫീസർ. പേര് അഴകസുന്ദരം. അത് പേരിൽ മാത്രമേ ഉള്ളൂ, പേസിലുണ്ടാവില്ല. അതല്ല, നിങ്ങളാരാ? എടാ, പെണ്ണ് വീട്ടുകാരടാ. അപ്പൊ പെണ്ണ് ഈ നേരത്തും ബഹളോ? ഒന്നുമില്ല മുരളി. രജിസ്റ്റർ ഓഫീസ് റെഡി, രജിസ്ട്രാർ റെഡി. പെണ്ണും ചക്കര വന്നു കഴിഞ്ഞാൽ മാറ്റർ റെഡി, മാരേജ് റെഡിയാ. ഡാ, ഭാസ്കരനെ വിളിക്കടാ. വാടാ. മുതലാളി, 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 പെട്ടെന്ന് വാ, നല്ല സമയം കഴിയാറായി. എന്താടാ പൂജാരെ പോലെ പറയുന്നേ? മുതലാളി താലി കെട്ടിട്ട് ശേഷമായിരിക്കും നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോണേ. ശരി, നിങ്ങൾ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നേക്കാം. നിങ്ങള്, ഞാൻ രംഗസ്വാമി. എൻ്റെ മോനാണ് അനുവിനെ കെട്ടാൻ പോകുന്നത്. നിങ്ങള് ഞാൻ ആരാ നാനുവിനോട് ചോദിക്കുക. ഇതാണ് ശിവാനിയുടെ അച്ഛൻ. ഇവനെ പേടിച്ചാണോ കല്യാണം വേണ്ടെന്ന് വെച്ചേ? നിന്റെ മുന്നിൽ വെച്ച് ഞാൻ മാല കൈമാറും. അവളെ താലി കെട്ടി കൂടെ കൊണ്ടുപോകാൻ പോവാ. രജിസ്ട്രാർ ബുക്ക് എടുക്ക. റെഡി സാർ. അതിനു മുന്നിൽ ലീഗലായി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് നിയമമൊന്നും ബാധകമല്ലല്ലോ. ഭാസ്കർ, എനിക്ക് കല്യാണം വേണ്ട.
കല്യാണം വേണ്ടെന്നോ? ഇപ്പൊ അവളെ തന്നെ വേണ്ടെന്ന് പറയുന്നത്. പുറത്തിറങ്ങിപ്പോയി കൂടെ. അയ്യോ, ഭാസ്കർ, വേണ്ട, പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. ഭാസ്കർ, പറയുന്ന കേക്ക്. അച്ഛൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അടികൊണ്ടേക്ക് പ്രശ്നം പരിഹരിക്കാൻ ഇതെന്താ കാളത്തന്തയാ? കല്യാണമാടാ. ഭാസ്കർ, നീ പുറത്തു പോടാ. മോളെ, സോറി മോളെ. അനിയ, ആദ്യം അവരെ വീട്ടിൽ കൊണ്ടാക്ക്. ശരി മുരളി. കം. പെണ്ണ് വീട്ടുകാരനാന്ന് വിചാരിച്ചേ, പക്ഷെ പെണ്ണിന്റെ കെട്ടിയോനാ. വാ. ബംഗാളി, ശരിക്ക് കേട്ടോ, കാറിൽ നിന്ന് ചെക്കനും പെണ്ണും ഇറങ്ങി കാല് നിലത്ത് വെച്ച ഉടനെ ഫുഡടിക്കാൻ പോയേക്കരുത്. കാല് നിലത്ത് വെച്ച ഉടനെ പടക്കം പൊട്ടണം. അല്ലടാ, ഇവിടെ പടക്കം പൊട്ടിക്കാൻ പോലും ബംഗാളിയാണോ? അപ്പൊ ബാൻഡിനോ? ആ, അവൻ ബംഗാളിയല്ല, അവൻ അതേ നേപ്പാളി. നേപ്പാളിയോ? പിന്നെന്താടാ, ഇവിടെ റോഡ് പണി മുതൽ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ വരെ ഹിന്ദിക്കാരും ബംഗാളികളുമാ. അപ്പൊ അവസാനം വരെ നമ്മുടെ നാട്ടുകാർക്ക് ജോലി കൊടുക്കില്ല. തന്നാലും നിങ്ങൾ എവിടെ ജോലി ചെയ്യാനാടാ? ഓണറെ വിളിച്ചിട്ട് സ്പാനർ എടുത്തോണ്ട് വരാൻ പറയും. ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. ശ്രദ്ധിച്ച് കേട്ടോളണം. പടക്കം ഡുമിൽ ഡുമിൽ ഡുമില് ടോപ്പ്, ബാൻഡ് ഡമാൽ 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 സ്റ്റാർട്ട്. എങ്ങോട്ട് നോക്കിയാ? ഇവിടെ ടൈമിംഗ് എന്തെങ്കിലും മിസ്സായാൽ പൈസ നഹി. പൈസ നഹി. ഇവരോട് എങ്ങനെയാ പറഞ്ഞ മനസ്സിലാക്കുക? അവസാനമായിട്ട് ഒരു കാര്യം പറയാം കേട്ടോ. പടക്കം പൊട്ടി തുടങ്ങുമ്പോ ബാൻഡ് സ്റ്റോപ്പ്. ബാൻഡ് സ്റ്റാർട്ട് ആയ ഉടനെ പടക്കം സ്റ്റോപ്പ്. അതായത് ഡുമില് 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 ഡമാൽ ഡമാൽ. നീ എന്തുവായി പറഞ്ഞു പറഞ്ഞേ? പടക്കം നിർത്തുന്നു, ബാൻഡ് തുടങ്ങുന്നു, ബാൻഡ് നിർത്തുന്നു, പടക്കം തുടങ്ങുന്നു. വരിക. ഇതിനാ ഇത്ര ഡയലോഗ്? ഏത് ഭ്രാന്തരാണ് ഇവിടെ പടക്കം പൊട്ടിക്കുന്നത്? ഇതിന്റെ പണിയാ മുതലാളി. പെണ്ണും ചെറുക്കനും വരുമ്പോഴല്ലേ പടക്കം പൊട്ടിക്കണ്ടേ? അതിന് കല്യാണം നടന്നിട്ടില്ല. കല്യാണം നടന്നില്ലെന്നോ? നിർത്തണടാ. കല്യാണം നിർത്താൻ പറ്റും, പക്ഷെ ബാലപ്പടക്കം നിർത്താൻ പറ്റില്ല മുതലാളി. വെള്ളം ഒഴിക്കടാ. വെള്ളം അടിച്ചിട്ട് തന്നെ അവന്മാര് തുടങ്ങിയത്. വെള്ളം ചോദിച്ച പടക്കം കൊണ്ടുവരുന്നത് നിന്നെ കൊന്നുകളഞ്ഞ്. വെള്ളത്തിന് വേണ്ടി പടക്കാനായിട്ട് വെള്ളം കൊണ്ടൊന്ന് പുണ്യാഹം തളിക്കുന്നതാണ്. ഇങ്ങനെ ഒഴിയടാ, ഇങ്ങനെ ഒഴിക്കടാ. ഇപ്പൊ വീട് തന്നെ കത്തിച്ച് ചാമ്പലാക്കിനാ. അവന്മാര് തുടങ്ങിയോ? നിർത്താൻ പറയടാ മുതലാളി. എന്താണ് ഇത്? ആക്കമുഖ്യ മുതലാളി. നിർത്താൻ പറയടാ. ടൈമിംഗ് കറക്റ്റാ സാർ. എടാ ചൊറിയൻ ചേമ്പ, എന്താടാ ചൊറിയണ? നിന്റെ സമയം ശരിയില്ലാത്ത. ഏയ്, പോകാൻ പറയടാ. ഉത്തരവ് മുതലാളി. എല്ലാരും വിട്ടോ 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 വിട്ടോ. പിരിച്ചു പോ, പിരിച്ചു പോ, പിരിച്ചു പോ. ക്ഷമിക്കണം മുതലാളി, നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ രണ്ടാം കല്യാണം നടക്കുന്നേ. അതൊന്ന് ആഘോഷമാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ. കുറച്ച് ടൈമിംഗ് മിസ് ആയി മുതലാളി. ക്ഷമിക്കണം മുതലാളി, ക്ഷമിച്ചെന്ന് പറ മുതലാളി. പോയിട്ട് അരമണിക്കൂറായി. പോയാ? ഇതേത് വണ്ടിയാ? സദ്യ കൊണ്ടുവരുന്നാണോ? ഇയാളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മുതലാളിയെ വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞേ. ഈ വിഗങ്ങളിൽ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇത് തന്നെയല്ലേ രാവിലെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഈ കുടിയനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇപ്പൊ വരെ സാറേ. വിളിച്ചോ മുതലാളി? ആരെല്ലാം ചെയ്ത്? ഇവനാ മുതലാളി. അല്ലേ കളോടിയോട് ചോദിക്കും. അഴിച്ചു മാറ്റമല്ല. ശരി. ഇത് തനിയെ പൊട്ടുന്നതാ. അപ്പൊ പൊട്ടാത്തതല്ല ഇപ്പൊ പൊട്ടുക. വിഷമിക്കണ്ട.